1500 ബിസിക്കും 600 ബിസിക്കും ഇടയിലായാണ് ആര്യന്മാരുടെ കാലഘട്ടം എന്നറിയപ്പെടുന്ന വേദകാലഘട്ടം നിലനിന്നിരുന്നത്. ആര്യന്മാർ എങ്ങനെയാണ് ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്നത് എന്നതിനെപ്പറ്റി ചരിത്രകാരന്മാരുടെ ഇടയിൽ അഭിപ്രായങ്ങൾ ധാരാളമുണ്ട്. എന്നിരുന്നാലും പ്രധാനപ്പെട്ട 6 തിയറീസ് ആണുള്ളത്. സൗത്ത് സൈബേരിയൻ നിലനിന്നിരുന്ന ആൻഡ്രോനോവോ കൾച്ചറിൽപ്പെട്ടവർ ആദ്യം ഹിന്ദുക്കുഷ് മലനിരകളുടെ വടക്കുഭാഗത്തെത്തിയതിനു ശേഷം ഇന്ത്യയിലേക്ക് എത്തി എന്ന് പറയുന്ന തിയറിയാണ് ആര്യൻ മൈഗ്രേഷൻ തിയറി. ഇതിന് തെളിവായി കുതിരകൾ, ആരാധനാ സമ്പ്രദായം, വണ്ടിച്ചക്രം, ശവസംസ്കാര രീതികൾ എന്നിവ കണ്ടെടുത്തിരുന്നു. മോസ്റ്റ് അക്സെപ്റ്റഡ് തിയറിയാണിതെന്ന് പറയുമ്പോഴും ഇതിന് വെല്ലുവിളിയായി വരുന്ന മറ്റൊരു തിയറിയാണ് സെൻട്രൽ ഏഷ്യൻ തിയറി. സെൻട്രൽ ഏഷ്യയിൽ നിന്നും യുറേഷ്യൻ പുൽമേടുകളിൽ നിന്നുമൊക്കെ ആര്യന്മാർ ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്നു എന്ന് പറയുന്നതാണ് ഈ ഒരു തിയറി. ഇതിന് തെളിവായി ആര്യന്മാരുടെ വേദിക് പുസ്തകങ്ങളിലെയും സെൻട്രൽ ഏഷ്യയിലെ ഇറാനിയൻ പുസ്തകമായ പാഴ്സികളുടെ മതഗ്രന്ഥം എന്നറിയപ്പെടുന്ന അവസ്ഥയിലെയും സിമിലറായ ചില വാക്കുകളാണ്. മാക്സ് മുള്ളർ എന്ന ജർമ്മൻ ബ്രിട്ടീഷ് ചരിത്രകാരനാണ് ഈ അഭിപ്രായം മുന്നോട്ട് വെച്ചത്. ഈ ഒരു തിയറിക്ക് സപ്പോർട്ടായി 2018 ദ ജീനോമിക് ഫോർമേഷൻ ഓഫ് സൗത്ത് ആൻഡ് സെൻട്രൽ ഏഷ്യ എന്നൊരു സ്റ്റഡിയും വൈ ക്രോമസോമിൽ നടത്തി വിജയിച്ചിരുന്നു. എന്നാൽ ASIയുടെ മുൻഗാമി എന്നറിയപ്പെടുന്ന ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ 1784 സ്ഥാപിച്ച ബ്രിട്ടീഷ് ഫിലോളജിസ്റ്റ് ആയിരുന്ന സർ വില്യം ജോൺസ് ഗ്രീക്ക്, ലാറ്റിൻ, ജർമ്മൻ, സംസ്കൃതം തുടങ്ങിയ ഭാഷകളുടെ കമ്പാരറ്റീവ് സ്റ്റഡി നടത്തി ആര്യൻസിന്റെ ഹോംലാൻഡ് യൂറോപ്പാണെന്ന് വാദിക്കുന്ന യൂറോപ്യൻ തിയറി മുന്നോട്ട് വെച്ചു. എന്നാൽ ആര്യന്മാർ സപ്തസിന്ധുവിന്റെ തന്നെ നാട്ടുകാരാണ് എന്ന് പറയുന്ന AC ദാസ്, ഡോക്ടർ സമ്പൂർണാനന്ദ്, ഗംഗനാഥ് ഝാ എന്നിവർ മുന്നോട്ട് വെച്ച തിയറിയാണ് ഇന്ത്യൻ തിയറി. ഇന്ത്യൻ നാഷണലിസ്റ്റ് ആയിരുന്ന ബാലഗംഗാധര തിലകന്റെ അഭിപ്രായത്തിൽ നോർത്തേൺ ആർട്ടിക് വിഭാഗത്തിൽ നിന്നും വന്നവരാണ് ആര്യന്മാർ എന്നാണ്. ആർട്ടിക് ഹോം ഇൻ ദ വേദാസ് എന്ന ഇദ്ദേഹത്തിന്റെ പുസ്തകത്തിലാണ് ഈ പരാമർശമുള്ളത്. എന്നാൽ ആര്യന്മാർ ടിബറ്റിൽ നിന്നും വന്നവരാണെന്ന് പറയുന്ന ഇന്ത്യൻ ഫിലോസഫർ ആയിരുന്ന സ്വാമി ദയാനന്ദ സരസ്വതിയുടെ ടിബറ്റ് തിയറിയും ചരിത്രത്തിൽ നിലനിൽക്കുന്ന ഒരു സിദ്ധാന്തമാണ്. ഇത്തരത്തിൽ ആര്യന്മാരുടെ രസകരവും കൗതുകമുണർത്തുന്നതുമായ ജീവിത രീതികൾ കേരള PSC, SSC, CAS, UPSC പോലുള്ള മത്സര പരീക്ഷകളിൽ ഒരു സ്ഥിര സാന്നിധ്യമാണ്. കൂടുതൽ മനസ്സിലാക്കാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക.